വെൽക്കം ബാക്ക് ടു ഇത് ഞങ്ങളുടെ ഫാമിലി. അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഞങ്ങളുടെ ബിൽഡിങ്ങിൽ ഞങ്ങൾക്ക് അസോസിയേഷൻ്റെ ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിലെ ഇതിപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ തലേന്നായിരുന്നു ഞങ്ങളുടെ അസോസിയേഷൻ്റെ സെലിബ്രേഷൻ നടത്തിയത്. അപ്പം അതിന് വേണ്ടിയിട്ട് അത്തപ്പൂ ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പൂക്കൾ മേടിക്കാനായിട്ട് പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ട് അനുവും കൂടെ കോട്ടയത്ത് വന്നാണ്. അപ്പോൾ പല കടകളിൽ പല വിലയായിരുന്നു. ചിലയിടത്ത് നല്ല ഇരട്ടി വില വരെ പറഞ്ഞ കടകളുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരുനക്കര അമ്പലത്തിന് മുമ്പിൽ നിന്നൊക്കെ ആയിട്ട് പല കടകളിൽ നിന്നായിട്ട് ഞങ്ങൾ പൂക്കളെല്ലാം മേടിച്ചു. മാക്സിമം ഞങ്ങൾ കുറച്ച് മേടിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ ജിം റൂമിലാണ് ഞങ്ങൾ ഈ പൂക്കളെല്ലാം ഇട്ടിരുന്നത്. എല്ലാം പേപ്പറിനകത്താക്കി ഞങ്ങൾ ഇട്ടിരുന്നു. വന്നിട്ട് ഫാനും ഇട്ട് ഞങ്ങൾ പേപ്പറിലെല്ലാം ഇട്ട് വെച്ചിരുന്നു. ജിം റൂമിൽ ഫാൻ ഇട്ട് വെച്ചിരുന്നു. അല്ലെങ്കിൽ അതെല്ലാം അഴുക്കായി പോയെങ്കിലെന്ന് വെച്ചിട്ട് ഞങ്ങൾ തലേന്നേ മേടിച്ചായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ എണീറ്റ് ഞങ്ങൾ 3 പേരും കൂടെ, ഞാനും ജൂലിയാനും കൂടെ എല്ലാം പിന്നെ സെറ്റ് ചെയ്തു. അപ്പോൾ അറിയാവുന്ന പോലെ ഒരു ഡിസൈൻ അങ്ങ് വരച്ചു. ആ വരച്ചതിനൊപ്പിച്ച് ഞങ്ങളൊരു അത്തപ്പൂ ഇട്ടു. പിന്നെ നേരത്തെ എങ്ങനെ വേണമെന്നുള്ള ഒരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു. അപ്പം കിട്ടിയ പോലെ ഒരു ഡിസൈൻ അങ്ങ് ഇട്ടെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒത്തിരിയും പേരുണ്ടായിരുന്നു. എല്ലാവരും ഇപ്രാവശ്യം വെക്കേഷനൊക്കെ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ ആൾ കുറവാണ് സത്യത്തിൽ. ഇവിടെ എല്ലാവരും ഓരോരുത്തരുടെ ട്രിപ്പും ഒക്കെ പോയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിതാ വിളക്ക് കത്തിക്കാനായിട്ട് പോവാണ്. അപ്പം പിന്നെ വിളക്ക് കത്തിച്ചിട്ട് കുറേ കലാപരിപാടികളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാവുമെന്നൊന്നും അറിയത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു മഴക്കാറുണ്ട്. അപ്പം എത്രത്തോളം എല്ലാം നടക്കുമെന്ന് അറിയത്തില്ല. ഇപ്പം തന്നെ മണി 11:30 ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ വിളക്കെല്ലാം കത്തിച്ചു. അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഓണത്തിൻ്റെയൊക്കെ നമ്മൾ സെലിബ്രേഷന് വേണ്ടിയിട്ടൊരു ഡേറ്റൊക്കെ നമ്മൾ പറയുമ്പം നമ്മൾ എത്ര നോക്കിയാലും എല്ലാവർക്കും കൂടെ കൂടാൻ പറ്റിയ പോലെ ഒരു ഡേറ്റ് നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. എല്ലാവരും ആ ഒരു വെക്കേഷൻ 2-3 ദിവസമാണെങ്കിലും കിട്ടുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒരു ട്രിപ്പ് പോകും, അല്ലെങ്കിൽ വീടുകളിൽ പോകുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു ഇവിടുത്തെ സെലിബ്രേഷൻ. അപ്പം ഇപ്രാവശ്യം അങ്ങനെ ആൾ കുറവാണെങ്കിലും 34 പേരോളം ഉണ്ട്. അപ്പോൾ ഉള്ളവരെ വെച്ചിട്ട് ഞങ്ങൾ പറ്റുന്ന പോലെയൊക്കെ ഞങ്ങളൊന്ന് സെലിബ്രേറ്റ് ചെയ്തു. അല്ലാതെ നമുക്ക് വേറെ വഴിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ എന്താണ്ട് ഞങ്ങൾ ഊഞ്ഞാലാടുകയാണ്. ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ തന്നെ ചെറിയൊരു പാർക്ക് പോലെയുണ്ട്. അവിടെ പിള്ളേരുടെ ഊഞ്ഞാലുണ്ടായിരുന്നു. കുറേ നാളുകളായി ഇത് വെച്ചിട്ട്, പക്ഷേ ഞങ്ങളിതുവരെ കയറിയിട്ടേ ഇല്ല. എപ്പോഴും ഞാനവിടെ പോയി ഇരുന്നത് തന്നെ ഈ അടുത്ത ദിവസമാണ് ഊഞ്ഞാൽ വന്നതിന് ശേഷം. അതിന് മുമ്പൊക്കെ പോയി ബെഞ്ചിലൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് സത്യത്തിൽ ആടാൻ ഭയങ്കര പേടിയായിരുന്നു. കാരണം ഞാനെങ്ങാനും ഇത് പൊട്ടി താഴെ വീഴുവോ, ഓണത്തിൻ്റെ ദിവസമായിട്ട് നടുവ് ഒടിഞ്ഞ് വീഴണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ കാല് കുത്തി പതുക്കെ ഇങ്ങനെ ആടിക്കൊണ്ടിരുന്നു. അങ്ങനെ പിന്നെ എന്താ സദ്യ ഒരു ട്രിപ്പ് കഴിഞ്ഞു. സദ്യ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് കഴിക്കാനിരിക്കാനായിട്ട്. അപ്പം ഫസ്റ്റ് ട്രിപ്പ് കഴിക്കുകയാണ് എല്ലാവരും. പക്ഷേ നല്ല സദ്യയായിരുന്നു എന്ന് കഴിച്ചവരെല്ലാം പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സദ്യ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പം ചെറിയ മഴക്കാറുണ്ട്. അതുകൊണ്ട് മഴ പെയ്യുമോ എന്നുള്ളത്. ഇപ്പം ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ പാർക്കിങ്ങാണ്. പാർക്കിങ്ങിൻ്റെ ഒരു സൈഡിലെ വണ്ടിയെല്ലാം എടുത്ത് മാറ്റിയിട്ട് ആ സൈഡിലാണ് നമുക്ക് ഇരിക്കാനായിട്ടുള്ള സൗകര്യം, സദ്യ കഴിക്കാൻ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് മഴ പെയ്തു. മഴയിലുപരി കാറ്റായിരുന്നു. നമുക്ക് എല്ലാം പറന്നു പോകുന്ന പോലായിരുന്നു. അയ്യോ, ഞങ്ങൾ പിന്നെ ഇലയിലൊക്കെ പിടിച്ചുകൊണ്ടിരുന്നതാണ് ഞങ്ങൾ സദ്യ കഴിച്ചത്. പക്ഷേങ്കിൽ നല്ല ആസ്വദിച്ച് കഴിച്ചു. പിന്നെ നല്ല സദ്യയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഒരു ഓണം കഴിഞ്ഞു. അപ്പോൾ അടുത്ത ആൾക്കാർ കഴിക്കാനായിട്ട് ഇരിക്കുവാണ്. അപ്പോൾ അവർക്കും കൂടെ ഒക്കെ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് വിളമ്പി കൊടുത്തേണ്ട എൻ്റെ മോനും അനുവിൻ്റെ മോനും ജൂലിയുടെ മോനും ഒക്കെ വിളിച്ച് മടുത്ത് എന്ത് ചെയ്താൽ. കാരണം അവർ 3 പേരേ ഉള്ളൂ, അവരുടെ ഏജിലുള്ളവർ, വേറെ ആരും ഇല്ല. എല്ലാം തീരെ കൊച്ചു പിള്ളേരൊക്കെ. അതുകൊണ്ട് അവർക്ക് വിളിച്ച് സമയമാകുമ്പം വരാമെന്ന് പറഞ്ഞാൽ കറക്റ്റ് സദ്യയുടെ സമയമായപ്പോൾ തന്നെ അവരിറങ്ങി വന്ന്. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കൂടി അവർക്കെല്ലാവർക്കും ഒന്ന് എൻ്റെ ഈ സെറ്റും മുണ്ടും ബ്ലൗസും ഏകദേശം ഒരു 7-8 വർഷമായതാണ് കേട്ടോ. ഇത്രയും പഴയതാണ് ഈ സെറ്റും മുണ്ടും ബ്ലൗസും. അതെ, ബ്ലൗസെല്ലാം ഞാൻ സെറ്റാക്കിയത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് പ്ലാൻ ചെയ്തിട്ടാന്നൊക്കെ പറഞ്ഞു. ബ്ലാക്ക് അല്ലായിരുന്നു. ഞങ്ങൾ ഇട്ട് വന്നപ്പോൾ അപ്രതീക്ഷിതമായിട്ട് 3 പേരും ഒരേപോലെ. അങ്ങനെ രാത്രിയിൽ ഞങ്ങൾ എൻ്റെ ബ്രദറും വൈഫൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ടെറസിൻ്റെ മേളിൽ കയറുമെന്ന് ചുമ്മാ കുറച്ച് നേരമൊക്കെ, എത്ര നേരമാണെന്ന് വെച്ചിട്ട് അകത്തിരിക്കുന്നു. അങ്ങനെ കുറച്ച് നേരമൊക്കെ പുറത്ത് നിന്നു രാത്രിയിൽ.
പിന്നെ ഇന്ന് ഓണത്തിൻ്റെ ദിവസമാണ്. അന്നേരം രാവിലെ ഇഡ്ഡലിയും പിന്നെ തേങ്ങാ ചമ്മന്തിയും നമ്മുടെ പൊടി ചട്നിയാണ് ഉണ്ടായിരുന്നത്. അപ്പം പിന്നെ വേറെ പണിയൊന്നും ചെയ്യണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ചെയ്തിരിക്കുമായിരുന്നു ഉച്ചക്കലത്തേക്ക് സദ്യ. അപ്പം നമ്മുടെ കഞ്ഞിക്കുഴി അർക്കാഡിയയുടെ ദോശ സ്ട്രീറ്റിലാണ് നമ്മൾ പിന്നെ സദ്യ ഓർഡർ ചെയ്തിരുന്നത്. അവർ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്, എന്നാലും അവിടെ ഓർഡർ ചെയ്തു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് സബീനയ്ക്കുമൊക്കെ വേണം നോക്കുമൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തു. അപ്പം 3 സദ്യ 5 സദ്യ അങ്ങനെയാണ് അവരുടെ ഓർഡർ ഉണ്ടായിരുന്നത്. 3 സദ്യക്ക് 1200 രൂപയായിരുന്നു, ഒരു സദ്യക്ക് 400 രൂപ വെച്ചിട്ട്. നമ്മുടെ കുറച്ച് കഷ്ടപ്പാടും കുറഞ്ഞിരിക്കും. തന്നെയല്ല, നമ്മളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കയറിയിരുന്ന് എനിക്ക് അങ്ങനെ കഴിക്കാൻ പിന്നെ ഒട്ടും പറ്റത്തില്ല, എല്ലാം നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഓർഡർ ചെയ്തിട്ടാകുമ്പോഴത്തേക്കും നമുക്ക് സുഖമായിട്ട് കഴിക്കാമല്ലോ. അതുകൊണ്ടാണ് ഓർഡർ ചെയ്തത് തന്നെ. എനിക്കിങ്ങനെ എല്ലാം ഉണ്ടാക്കി സദ്യ എല്ലാം റെഡിയാക്കി കഴിയുമ്പോൾ എനിക്ക് പിന്നെ കഴിക്കാനേ പറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ പിന്നെ ഞാനങ്ങനെ ഓർഡർ ചെയ്യത്തേ ഉള്ളൂ സദ്യ. പിന്നെ ഈ പറഞ്ഞ പോലെ ആരെണ്ണം അങ്ങനെ വലിയ സദ്യയോടൊന്നും വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചത്. കഷ്ടപ്പാടും കുറഞ്ഞിരിക്കുമല്ലോ. അപ്പോൾ നല്ല സദ്യയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു കറികളൊക്കെ. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ഓണസദ്യ കഴിഞ്ഞു. അപ്പോൾ ഓണസദ്യ 2 എണ്ണം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ബിൽഡിങ്ങിലെയും വീട്ടിലേതും. അപ്പോൾ അങ്ങനെ കുറച്ച് എടുത്ത ഫോട്ടോസും എല്ലാം ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.